ഒരുപാട് വർഷം മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ സെന്റിമെന്റ് റീഡ് ചെയ്യാൻ അറിയണം. എന്നാൽ സെന്റിമെന്റ് റീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ സെന്റിമെന്റ് റീഡിങ് എല്ലാവരും പഠിക്കുന്നത് എങ്ങനെയാണ്? മാർക്കറ്റിന്റെ ഇതേപോലെ നമ്മൾ ഈ ചാർട്ടിൽ കാണുന്ന പോലത്തുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, അപ് സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ, അതായത് ഇതിന്റെ പാറ്റേൺസ് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ ഇതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ ആണ്. അതായത് അത് പലർക്കും അറിയാത്ത കാര്യമാണ്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് ആകെ ഓപ്പൺ ഹൈ ലോ ക്ലോസ് അല്ലാതെ മറ്റൊരു കാര്യവും ഈ ക്യാൻഡിൽ സ്റ്റിക്കിൽ ഇല്ല. അതായത് ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ അല്ല. അപ്പൊ ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ വർഷങ്ങളോളം നമ്മൾ പഠിച്ചാൽ എന്താ പറ്റുക? നമ്മുടെ അറിവും അതേപോലെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഈ ഒരു ലൂപ്പിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും, നമ്മൾ പോലും അറിയത്തില്ല. ഈ ഒരു ലൂപ്പിൽ ക്യാൻഡിൽ സ്റ്റിക്ക് പഠിച്ച് വർഷങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ സെന്റിമെന്റ് റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് സെന്റിമെന്റ് റീഡ് ചെയ്യേണ്ടത്? അതിന് പല സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. സെന്റിമെന്റ് റീഡ് ചെയ്ത് മനസ്സിലാക്കി ട്രേഡ് എടുക്കുന്നതിന് പല സ്റ്റെപ്പുകളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇത് നമ്മൾ കാണുന്ന ഒരു മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റാണ്. ഈ രണ്ട് ലൈൻസ് കണ്ടോ? ഈ ഒരു വൈറ്റ് ലൈൻസ്, ഇത് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിന്റെ ഹൈ ലോ ആണ്. തലേ ദിവസത്തെ മാർക്കറ്റിന്റെ ഹൈയും ലോയും ആണ് നമ്മൾ കാണുന്നത്. കണ്ടോ? തലേ ദിവസത്തെ മാർക്കറ്റിന്റെ ഹൈ, തലേ ദിവസത്തെ മാർക്കറ്റിന്റെ ലോ ആണ് കാണുന്നത്. ഓക്കെ, ഇത് ആൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു മുൻപൊരു വീഡിയോയില്. ഈ മാർക്കറ്റിന്റെ പുറത്തേക്ക്, ഈ ഹൈ ലോയുടെ പുറത്തേക്ക് നമ്മുടെ മാർക്കറ്റ് പോണ സിറ്റുവേഷൻ വാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതായത് ഈ പറയുന്ന രണ്ട് ലൈൻസ് ഉണ്ടല്ലോ, ഇതെന്താണ്? തലേ ദിവസം. ഇത് നമുക്ക് മാനുവലി, ഇതിന് ഇൻഡിക്കേറ്ററിന് ആവശ്യമില്ല. ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ നമുക്ക് ഉണ്ട്. അത് ഏതാണെന്ന് ഞാൻ കാണിക്കാം. അതിനു മുൻപ് ഈ പറയുന്ന ഈ ഒരു ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാം. കാരണം അത് സിംപ്ലി നമുക്ക് തലേ ദിവസം ഹൈ ലോയും രണ്ട് ലൈൻസ് വെച്ചിട്ട് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വൈറ്റ് ലൈനിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ടോ? കോട്ടെ, ഞാൻ ഇവിടെ ഒരു വൈറ്റ് കളറിൽ ഈ മാർക്ക് ചെയ്യുന്ന ഏരിയ കണ്ടോ? ഇതെന്താണ്? മാർക്കറ്റ് ഈ പറയുന്ന തലേ ദിവസത്തെ റേഞ്ചിന്റെ പുറത്തേക്ക് പോയ സിറ്റുവേഷൻ ആണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് ആ മുകളില് അപ്സൈഡില് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത അവസ്ഥ. ഓക്കെ, അപ്പൊ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു കാര്യം ഞാൻ ആൾറെഡി ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എന്നാൽ ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് ഈ ഒരു പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും അധികം മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതായത് മാർക്കറ്റ് ഈ പറയുന്ന റേഞ്ചിന് പുറത്തേക്ക് പോകുമ്പോൾ. അപ്പോ ഈ പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷന്റെ, അതായത് മാർക്കറ്റ് ഈ പുറത്തേക്ക് പോയ സിറ്റുവേഷന്റെ റേഞ്ച് മാത്രം മാർക്ക് ചെയ്താൽ പോരാ, ഈ മാർക്കറ്റ് പുറത്തു പോയ സിറ്റുവേഷന്റെ ക്ലോസ് കൂടി നമ്മൾ മാർക്ക് ചെയ്യണം. ക്ലോസ് കൂടി, അതായത് എന്താ പറഞ്ഞത്? മാർക്കറ്റ് ഈ പറയുന്ന റേഞ്ചിന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. പുറത്തു പോയാൽ എന്താണ് സിറ്റുവേഷൻ? മാർക്കറ്റിന്റെ ബിഗ് പ്ലേയേഴ്സിന്റെ സെന്റിമെന്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ആ സെന്റിമെന്റ് ചേഞ്ച് ആകുമ്പോൾ മാർക്കറ്റ് എവിടെ കൊണ്ടുപോയാണ് ബിഗ് പ്ലേയേഴ്സ് ക്ലോസ് ചെയ്തത് എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ നമ്മുടെ മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തതെന്ന് നോക്കി. ഞാൻ ഇവിടെ ഒരു കണ്ടോ, ഇവിടെയാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ക്ലോസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 30 മിനിറ്റ്സ്, അവസാനത്തെ 30 മിനിറ്റിനെയാണ് ക്ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിട്ട് ഒരു ഗ്രീൻ കളർ എടുക്കാം. അത് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ഗ്രീൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ലാസ്റ്റ് 30 മിനിറ്റ്സിനെ മാർക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ എടുത്തിരിക്കുകയാണ്. കണ്ടോ, 30 മിനിറ്റ്സിന്റെ ഹൈ ലോയും ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഞാൻ ഈ കാണിക്കുന്ന. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോ നമുക്കിനി ഇത് കണ്ടോ, അപ്പൊ ലാസ്റ്റ് 30 മിനിറ്റ്സ് നമ്മൾ ഇവിടെ ഗ്രീൻ കളർ കൊടുത്തു. അതുപോലെ ഈ കാണുന്ന എന്താണ്? ഈ വൈറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിന്റെ അപ്സൈഡ് നിൽക്കുന്ന സിറ്റുവേഷൻ. മാർക്കറ്റ് പ്രീവിയസ് ഡേയുടെ റേഞ്ചിന് പുറത്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന വൈറ്റ് റേഞ്ച് ആയിട്ട് കാണിക്കുന്നത്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. അതായത് ഈ 30 മിനിറ്റ്സിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബിഗ് പ്ലേയേഴ്സിന്റെ സെന്റിമെന്റ് പോസിറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായി. ഇനി അത് നമുക്ക് ശരിവെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഉണ്ട്, മാർക്കറ്റ് ബിഗ് പ്ലേയേഴ്സിന്റെ ഡേറ്റ ഉണ്ട്. അതുകൂടി ഒന്ന് കൺഫേം ചെയ്യണം. അതായത് ഇത് ഇവിടെ നോക്കി, ഈ താഴെ കാണുന്ന ഇൻഡിക്കേറ്റർ കണ്ടോ?
ഇത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഡേറ്റ ആണ്. ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ്, ഇത് ബ്രോക്കറിന്റെ പേരാണ്. ഇത് ഒട്ടുമിക്ക എല്ലാ ബ്രോക്കേഴ്സിലും ഇത് അവൈലബിൾ ആണ്. ഈ പറയുന്ന ഡേറ്റ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നാണ് വരുന്നത്. സിറോദയിലുണ്ട്, ഫയേഴ്സിലുണ്ട്, നമ്മുടെ ധനിലുണ്ട്, ഒരുപാട് ബ്രോക്കേഴ്സിലുണ്ട് കേട്ടോ ഈ ഒരു ഡേറ്റ. ഇതില്ലാത്ത ബ്രോക്കേഴ്സും ഉണ്ടാവാം. ഓൾമോസ്റ്റ് എല്ലാ ബ്രോക്കേഴ്സിലും ഈ ഡേറ്റ എക്സ്ചേഞ്ചിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഡേറ്റയാണ്. ഇത് അവൈലബിൾ ആണ്, പലരും യൂസ് ചെയ്യാറില്ല. ഈ ഡേറ്റ കൂടി യൂസ് ചെയ്യാൻ അറിയണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കി, മാർക്കറ്റ് ഈ അപ്സൈഡ് പോണ സിറ്റുവേഷനിലെല്ലാം, അതായത് മാർക്കറ്റ് പുറത്തു പോയ തലേ ദിവസത്തെ റേഞ്ചിന് പുറത്തു പോയ സിറ്റുവേഷൻ ആണല്ലോ ഈ വൈറ്റ് ഏരിയ എന്ന് പറയുന്നത്. ആ വൈറ്റ് ഏരിയയിലെല്ലാം നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ഏരിയ കണ്ടോ, നമ്മുടെ ഈ ഒരു ഇത് നമ്മുടെ ബിഗ് പ്ലേസിന്റെ ആക്ടിവിറ്റിയാണ്. അവര് സൈലന്റ് ആണ് കണ്ടോ. ആ സമയത്തെല്ലാം അവര് സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. സൈലന്റ് എന്ന് വെച്ചാൽ എന്താണ്, അവര് പൊസിഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് മുകളിലോട്ട് പോകും. ഈ ഒരു യെല്ലോ ലൈൻ കണ്ടോ, അവർ പൊസിഷൻ ആഡ് ചെയ്താൽ ഈ യെല്ലോ ലൈൻ ഇങ്ങനെ മുകളിലോട്ട് പോകും, അപ്സൈഡിലേക്ക് പോകും. ഇവിടെ എല്ലാം സൈലന്റ് ആണ്. പക്ഷേ അവസാനത്തെ ഒരു 30 മിനിറ്റില് എന്താ സംഭവിച്ചത് നോക്കി, ഇവിടെ നോക്കി, ഇത് നോക്കി. അവസാനത്തെ ഒരു 30 മിനിറ്റില് പെട്ടെന്ന് ഒരു പുഷ്, പെട്ടെന്ന് ബിഗ് പ്ലേസിന്റെ ഡേറ്റ, അതായത് അവര് മാർക്കറ്റിലേക്ക് കോൺട്രാക്റ്റുകൾ ആഡ് ചെയ്തു. അവസാനത്തെ ഒരു 30 മിനിറ്റിലാണ് ഇത് ആഡിങ് നടന്നേക്കുന്നത്. 30 മിനിറ്റിലാണ് നടന്നേക്കുന്നത്. ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് അത് ഇവിടെ കൃത്യമായിട്ട് കാണാം കണ്ടോ. ഇവിടെ ടൈം അതിന് തൊട്ട് ബിലോ കാണാം, 2:55, 3 മണി അത് മുതൽ 3:30 വരെ. കൃത്യമായിട്ട് ലാസ്റ്റ് ഒരു അരമണിക്കൂറിൽ വലിയ രീതിയിലുള്ള പൊസിഷൻ അവർ ആഡ് ചെയ്തേക്കാണ്. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ 3 സ്റ്റെപ്പായിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് ഈ റേഞ്ചിന് പുറത്തു പോകണം, പുറത്തു പോയിട്ടുണ്ട്. കാരണം അപ്പോഴാണ് മാർക്കറ്റിലെ സെന്റിമെന്റ് മാറുന്നത്. ഇവിടെ നോക്കിയാൽ ഇവിടെ കൃത്യമായിട്ട് കാണാം കണ്ടോ. പുറത്ത് പോകുമ്പോൾ തൊട്ട് അവരുടെ ആക്ടിവിറ്റി സ്ലൈറ്റ്ലി കൂടുന്നുണ്ട്. കാരണം ഇവിടെ നോക്കി, ഇവിടെ നോക്കി, മാർക്കറ്റ് പുറത്തു പോകുന്ന അതേ സിറ്റുവേഷനിൽ അവരുടെ ആക്ടിവിറ്റിയിൽ കണ്ടോ വ്യത്യാസം വരുന്നുണ്ടോ. അതുവരെ ഒന്ന് ലോ ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് അവരുടെ ആക്ടിവിറ്റി കൂടുന്നുണ്ടോ. എന്നാൽ ഏറ്റവും അധികം ആക്ടിവിറ്റി വന്നിരിക്കുന്ന എപ്പോഴാണ്, ലാസ്റ്റ് 30 മിനിറ്റ്സിൽ കണ്ടോ. സൈലന്റ് ആയിട്ട് ഇവിടെ പ്രൈസിൽ ഒരു മൂവ്മെന്റ് പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാൻഡിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. ക്യാൻഡിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ ഡേറ്റ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൽ ഏത് ക്യാൻഡിലാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇത്രയും പൊസിഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്? ഏത് ക്യാൻഡിൽ കാണിച്ചു തരും? ഏതെങ്കിലും ഒരു ക്യാൻഡിൽ, ഞാൻ ഇതെല്ലാം റിമൂവ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിലെങ്കിലും ഇത്രയും അധികം പൊസിഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരുമോ? അപ്പൊ ദയവ് ചെയ്ത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിട്ടുള്ള ക്യാൻഡിലിന് പുറകെ നമ്മൾ വർഷങ്ങൾ പോയി വേസ്റ്റ് ചെയ്യാതിരിക്കുക. ക്യാൻഡിൽ അല്ല മാർക്കറ്റ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത് ഇനിയും പറയുന്ന കാര്യമാണ്. അതെപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബോർ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ഞാൻ അത് പറയുക തന്നെ ചെയ്യും. കാരണം ക്യാൻഡിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത് ശ്രമിക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് അത് അറിയാം, എത്ര പേർക്ക് അറിയില്ല എന്നുള്ളതൊന്നും എനിക്ക് അതിനെ പറ്റിയുള്ള ഡേറ്റ ഒന്നും ഇല്ല. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു 10 പേരോ 100 പേരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കി, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവിടെ ഇത്ര അധികം ഒരു കോൺട്രാക്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവല് നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാണ്. കണ്ടോ, നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടി നമുക്ക് മാർക്ക് ചെയ്തേക്കാം. ആ ഒരു കോൺട്രാക്ട് ആഡ് ചെയ്യപ്പെട്ട ആ ഒരു ഏരിയയിൽ നെക്സ്റ്റ് ഡേയിൽ വന്ന ബിഹേവിയർ കണ്ടോ. മാർക്കറ്റിൽ എന്താ നടന്നതെന്ന് നോക്കി. ആ ഒരു 30 മിനിറ്റ്സിനെ, ഇതാണ് 30 മിനിറ്റ്സ് റേഞ്ച് എന്ന് പറയുന്നത് കണ്ടോ. കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇവിടെ കാണാം കണ്ടോ. ലാസ്റ്റ് ഒരു 30 മിനിറ്റ് കണ്ടോ, ലാസ്റ്റ് ഒരു 30 മിനിറ്റ് റേഞ്ച് ആണ്. ഈ ക്യാൻഡിലാണ് 3 മണിയുടെ ക്യാൻഡിൽ, ഇതാണ് 3:30 വരെ. അപ്പൊ ഇതിന്റെ ഹൈയും ലോയും ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കണ്ടോ. ഹൈയും ലോയും കൃത്യമാണെന്നാണ് ഇവിടെ സൂം ചെയ്ത് കാണിക്കാം കണ്ടോ. ഇത് ലോ, ഇത് ഹൈ, അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്ന് സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ഡേയിൽ അവിടെ എന്താ സംഭവിച്ചത് നോക്കി കണ്ടോ. മാർക്കറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ സപ്പോർട്ട് എടുക്കുന്ന കാണാം അല്ലെ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അവിടെ സപ്പോർട്ട്, ഓപ്പൺ ചെയ്തു, സപ്പോർട്ട്, ഓപ്പൺ ചെയ്തു, സപ്പോർട്ട് കണ്ടോ. മാർക്കറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ ഇതുപോലുള്ള ഡേറ്റാസ് ഉണ്ട്. ദയവ് ചെയ്ത് ഇത് ട്രേഡ് എടുക്കാൻ, ഇതുപോലത്തെ ഡേറ്റാസ് വെച്ചിട്ടാണ് ട്രേഡ് എടുക്കുന്നത് എന്നതാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രം ഉപയോഗിച്ചിട്ടല്ല ട്രേഡ് എടുക്കുന്നത്. ഇനിയും ഡേറ്റ ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ സെന്റിമെന്റ് റീഡ് ചെയ്യുന്നതിന്റെ ഓരോരോ ടോപ്പിക്കുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അല്ലാതെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഇതെല്ലാം കൂടെ പറയാം പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഒരുപാട് ഡൗട്ട് വരും. ഞാൻ ഒരു വീഡിയോയിൽ എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേര് കാണുന്നെങ്കിൽ 100 ഡൗട്ട് വരും.
അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടായിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പൊ ആൾറെഡി വീഡിയോ സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് ഐഡിയാസ് കിട്ടി തുടങ്ങും പയ്യെ പയ്യെ. നമ്മൾ ഓർക്കുക, നമ്മൾ ഏതൊരു മേഖലയിലും നമ്മൾ വന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വീഡിയോ കണ്ട് ഞാൻ ആ മേഖലയെ കുറിച്ച് കംപ്ലീറ്റ്, ഏത് മേഖലയിലാണ് നമുക്ക് അങ്ങനെ പറ്റുന്നത്? അങ്ങനെ പറ്റുമെന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ? നമുക്ക് ലോകത്തെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു വീഡിയോ കണ്ട് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റുമോ? ഞാനത് എടുത്ത് പറയുന്നത് കാരണം ഒരുപാട് പേര് ചോദിക്കുന്നത് ഒരു വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യം, അങ്ങനെയല്ല. നമ്മൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിപ്പോ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഓക്കെ, ഒരു 15 മിനിറ്റിൽ ഒരു ട്രേഡിംഗ് മെത്തേഡ് വന്നിട്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല. കാരണം 15 മിനിറ്റിൽ പഠിക്കാവുന്ന അത്ര സിമ്പിൾ ആണ് മാർക്കറ്റ് എന്ന് നമ്മൾ കരുതുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്ക് ആണ്. അത് ട്രേഡിംഗിൽ മാത്രമല്ല, ഏത് ഫീൽഡും എടുത്തോളൂ, ലോകത്തെ ഏതൊരു ഫീൽഡും എടുത്തോളൂ, 10-15 മിനിറ്റിൽ ഒരു വീഡിയോ കൊണ്ട് പഠിക്കുന്ന ഒരു കാര്യമല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് വ്യക്തമായിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന ഒരു കുറച്ച് വിരലിലുണ്ടാവുന്ന ആൾക്കാർക്കെങ്കിലും കാരണം വീഡിയോസ് കുറച്ച് പേരെ കാണത്തുള്ളൂ. ആ കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് താഴെ പറയാ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ പറയുക, അത് കമന്റിൽ പറയാ. ഞാൻ ചെയ്യുന്ന കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ റെസ്പോണ്ട് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്താണ് അഭിപ്രായം അതനുസരിച്ചിട്ട് അത് ചെയ്യുക. അപ്പൊ എനിക്ക് മനസ്സിലാവും എത്ര പേർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതേപോലുള്ള ഡേറ്റാസ് എടുത്തിട്ട് ഞാനിപ്പോ ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു. മാർക്കറ്റ് അപ്സൈഡ് പോണ കേസ് വാച്ച് ചെയ്യണം, ആ റേഞ്ച് മാർക്ക് ചെയ്യണം, അതിനുള്ളിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന റേഞ്ച് മാർക്ക് ചെയ്യണം, ആ ക്ലോസ് ചെയ്യുന്ന റേഞ്ചിലുള്ള ബിഗ് പ്ലേസിന്റെ ഡേറ്റ എടുത്ത് നോക്കണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതല്ല, ഇതുപോലത്തെ ഒരുപാട് ട്രേഡിംഗിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. ഇതിപ്പോ ഒരു ചെറിയ കാര്യമാണ്. ചെറിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ, വളരെ വലിയ കാര്യമൊന്നുമല്ല, ഇതൊരു ചെറിയ കാര്യമാണ്. ഇതുപോലത്തുള്ള പല മൾട്ടിപ്പിൾ ഡേറ്റകൾ എടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എക്സ്ചേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് പല ഡേറ്റ കിട്ടുന്നുണ്ട്, അല്ലാതെ തന്നെ മാർക്കറ്റിൽ നിന്ന് തന്നെ പല ഡേറ്റ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്തരത്തിലുള്ള ഇതിന്റെ മറ്റൊരു കണ്ടീഷൻ കാണിച്ചാൽ, ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. ഞാൻ വേറൊരു കണ്ടീഷൻ കാണിച്ചുതരാം. നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് നോക്കി കഴിഞ്ഞാൽ, അതെ, തൊട്ട് അടുത്ത ദിവസം തന്നെ നോക്കാം. തൊട്ട് അടുത്ത ദിവസം തന്നെ നോക്കാം. ഇതൊന്ന് നോക്കി, ഇവിടെ മാർക്കറ്റ് എന്താ ചെയ്തെന്ന് നോക്കി. മാർക്കറ്റ് ഈ പറയുന്ന റേഞ്ചിനുള്ളിൽ നിന്നു, കണ്ടോ? റേഞ്ചിനുള്ളിൽ നിന്നു. അവസാനത്തെ ഒരു 30 മിനിറ്റ് മാർക്കറ്റ് ഈ റേഞ്ചിന് പുറത്തു പോയി. അപ്പൊ നമുക്ക് ഇത് വൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ അങ്ങനെയല്ലേ ചെയ്തത്? വൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. വൈറ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. മാർക്കറ്റ് പുറത്തു പോയി. ഇനി ലാസ്റ്റ് ഒരു 30 മിനിറ്റ് ഞാൻ മാർക്ക് ചെയ്യാം. 30 മിനിറ്റ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് 30 മിനിറ്റ് നമ്മൾ നേരത്തെ ഗ്രീനിലല്ലേ കൊടുത്തത്? 30 മിനിറ്റ് ഞാൻ ഇവിടെയും ഗ്രീൻ ആയിട്ട് തന്നെ കൊടുക്കാം. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ പല പല എക്സാമ്പിൾ കാണിച്ചാൽ അത് ചിലപ്പോൾ കുറച്ചെങ്കിലും കുറച്ച് പേർക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ 3 മണിക്ക് 3 മണി തൊട്ട് 3:30 വരെയുള്ള റേഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ബിഗ് പ്ലേസിന്റെ ഡേറ്റ എടുക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ എന്താ നടന്നതെന്ന് നോക്കി. അവര് ലാസ്റ്റ് ഒരു അരമണിക്കൂറിലൊന്നും അവരുടെ ഡേറ്റ ആഡ് ആയിട്ടില്ല. ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. ഇവിടെ ഒരു ഡിപ്പാണ് സംഭവിച്ചിരിക്കുന്നത്, കണ്ടോ? അതായത് അവര് പൊസിഷൻ ആഡ് ചെയ്തിട്ടില്ല. പൊസിഷൻ ആഡ് ചെയ്തിട്ടില്ല. നേരത്തെ നമ്മൾ അവിടെ വലിയൊരു അപ്സൈഡ് പുഷാണ് കണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് പുറത്തു പോയ അതേ സമയത്ത്, ഞാൻ ഈ പറയുന്നത് നോക്കൂ, മാർക്കറ്റ് ഇതിന് ബിലോ പോയ അതേ സമയത്ത് അവര് കോൺട്രാക്റ്റുകൾ ആഡ് ചെയ്തിട്ടില്ല, കണ്ടോ? നോക്കി, ഇത് രണ്ടും, മാർക്കറ്റും ബിഗ് പ്ലേസിന്റെ ഡേറ്റയും തമ്മിൽ രണ്ടും ഒന്ന് ഒരുമിച്ച് നോക്കി. മാർക്കറ്റ് എപ്പോ ഈ റേഞ്ചിന്, തലേ ദിവസത്തെ റേഞ്ചിന്, ഈ വൈറ്റ് ആണ് തലേ ദിവസത്തെ റേഞ്ച്, അതിന് പുറത്തു പോയോ അതേ സമയം ഒരു മിനിറ്റ് പോലും വ്യത്യാസം ഇല്ലാതെ അവരുടെ ഡേറ്റ കുറഞ്ഞത് കണ്ടോ? അതായത് കോൺട്രാക്ട് അവർ എക്സിറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ ലൈൻ താഴേക്ക് പോയിരിക്കുന്നത്. ഇത് അപ്സൈഡ് പോകുമ്പോഴാണ് അവരുടെ വോളിയം അല്ലെങ്കിൽ അവരുടെ ഓപ്പൺ റിസ്ക്, അവരെടുക്കുന്ന കോൺട്രാക്റ്റുകളുടെ എണ്ണം ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പൊ ഡ്രോപ്പ് ആയെന്ന് വെച്ചാൽ എന്താണ്? കാരണം അവരെന്ത് ചെയ്തിട്ടില്ല, ഇവിടെ അധികം പൊസിഷൻ ആഡ് ചെയ്തിട്ടില്ല. അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴെ പോകുന്ന അതേ സമയത്ത് എന്ത് ചെയ്തനെ, മാർക്കറ്റ് താഴെ പോയ അതേ സമയത്ത് തന്നെ അവരുടെ പൊസിഷൻ ഇവിടെ കൂടിയാണ്. അപ്പൊ ഈ പൊസിഷൻ കൂടിയെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു റേഞ്ച് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? മാർക്കറ്റ് ഈ റേഞ്ചിന് പുറത്തു പോയി, പക്ഷെ അതേ സമയം എന്താ ചെയ്തേക്കുന്നത്, ഇവരുടെ പൊസിഷൻ കുറയുകയാണ് ചെയ്തത്. അപ്പൊ ഈ റേഞ്ചിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതല്ല. അപ്പൊ ഇതുപോലത്തുള്ള ഇതാണ്, കണ്ടോ? ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച ഇവിടെ പ്രത്യേകിച്ച് കണ്ടോ, ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി, ഇവിടെ ഇങ്ങനെ നിന്ന് പോയി. ഇനി ഇത്രയും നമ്മൾ കേട്ടു. ഞാനിപ്പോ 2 സിറ്റുവേഷൻ കാണിച്ചു തന്നു. മാർക്കറ്റ് അവിടെ എങ്ങനത്തെ സിറ്റുവേഷൻ ആണ്, എങ്ങനത്തെ സിറ്റുവേഷൻ എടുക്കണം, എങ്ങനത്തെ എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ കാണിച്ചു. ദയവ് ചെയ്തിട്ട്
ആരും പോയിട്ട് ഈ ഒരു ഡേറ്റ മാത്രം വെച്ചിട്ട് ബൈയും സെല്ലും ചെയ്യരുത്. നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു ഡേറ്റ കിട്ടി, ഓക്കെ, നമുക്ക് ഈ ഡേറ്റ കിട്ടി, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വന്നാൽ ബൈ. അങ്ങനെ ഒന്നും അല്ല മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്നത്. അതാണെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു അരമണിക്കൂറിലോ 10 മിനിറ്റിലോ വന്നിട്ട് പറയുന്ന കാര്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മാർക്കറ്റിന് മനസ്സിലാക്കാൻ. ഇപ്പൊ ഇത് ഒരു സെന്റിമെന്റ് റീഡ് ചെയ്യുന്ന കാര്യമാണ്. ഇതുപോലത്തെ സെന്റിമെന്റ് റീഡ് ചെയ്യുന്ന ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതിൽ പല കാര്യങ്ങളും അലൈൻ ചെയ്തു വരും. അതായത് ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാല് ഇപ്പൊ ഇത് ഒരു ഡേറ്റ എടുത്തു, ക്ലോസിന്റെ ഒരു ഡേറ്റ എടുത്തു. ക്ലോസിന്റെ ഡേറ്റ പോലെ തന്നെ ഇനിയും മറ്റു ഡേറ്റാസ് ഉണ്ട്. ആ ഡേറ്റാസും ഈ ഡേറ്റയും കൂടെ അലൈൻ ചെയ്ത് വരും. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചേഴ്സിന്റെ ഡേറ്റ ഉണ്ട്, അല്ലാതെ മറ്റ് ബിഗ് പ്ലേസിന്റെ ഡേറ്റ ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ഒരേ ഡയറക്ഷൻ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആണ്, അപ്പോഴാണ് നമ്മൾ ബൈ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാം ഒരുമിച്ച് നമുക്കൊരു ഡൗൺ സൈഡ് വ്യൂ കാണിച്ചു തരും, അപ്പോഴാണ് നമ്മൾ സെൽഫ് പൊസിഷൻസ് എടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത്. ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക്, ഓക്കെ, സ്വന്തമായിട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് ക്യാൻഡിൽ മാത്രം പഠിച്ചു പോയി ഒരുപാട് വർഷം ആരുടെയെങ്കിലും വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ പഠിക്കുന്ന ഡയറക്ഷൻ കുറച്ചെങ്കിലും മാറ്റി ചിന്തിക്കാം. സ്വന്തമായിട്ട് നമുക്ക് പഠിക്കാൻ എന്തുമാത്രം നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഡേറ്റാസ് കിട്ടുന്ന സമയമാണ്. എന്തുമാത്രം ഡേറ്റാസ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് കുറച്ചെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സഹായം ആവുന്നുണ്ട്. എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുന്നവര് സ്വന്തമായിട്ട് ആ ഡയറക്ഷനിലേക്ക് പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ ഈ പറയുന്നത് ഉള്ള കാര്യമാണ്. നമ്മൾ മാർക്കറ്റിന്റെ സെബിയുടെ ഡേറ്റ എടുത്ത് നോക്കൂ, എത്ര ആൾക്കാരാ ട്രേഡിങ്ങിൽ ലോസ് വരുത്തി പോണത്, എത്ര ആൾക്കാരാണ് ഈ പറയുന്ന ക്യാൻഡിൽ മാത്രം പഠിച്ചിട്ട്. ഇവരെല്ലാം പഠിക്കുന്ന ഈ ക്യാൻഡിൽ മാത്രമാണ്. ഇൻകംപ്ലീറ്റ് ഡേറ്റ ആണ് പഠിക്കുന്നത്, ഇൻകംപ്ലീറ്റ് ഡേറ്റ. അതായത് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ വെറും 20-30% മാത്രമേ പ്രാധാന്യമുള്ളൂ പ്രൈസിന് എന്ന് പറയുന്നത്. അതല്ല, ഇതുപോലത്തുള്ള ഈ ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. അതിലേക്കെങ്കിലും പഠനം മാറ്റുക. ഓക്കെ, സ്വന്തമായിട്ട് പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കുക, അതിലേക്ക് മാറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലോകത്തെ ഏതൊരു മേഖലയിലും നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെതായ ടൈം കൊടുത്ത് പേഷ്യന്റോട് കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അറിവ് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല ആ ഒരു ഫീൽഡിൽ, ഏതൊരു ഫീൽഡിലായാലും ആ ഒരു ഫീൽഡിൽ നമുക്ക് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു 5-10 മിനിറ്റിൽ ഒരു കാര്യം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സക്സസ് ആവാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ആൾറെഡി ഇതേപോലുള്ള ഡേറ്റാസ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിനെ കുറച്ച് റീഡ് ചെയ്യാൻ പറ്റുന്ന സെന്റിമെന്റ് ബേസ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരാൾക്ക് ആ ബേസിൽ നിന്ന് തുടങ്ങാം. ബേസ് വീഡിയോസ് ഞാൻ സീരീസ് ആയിട്ട് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം അത് എടുത്തു നോക്കുന്ന സമയത്ത് സീരീസ് കറക്റ്റ് മനസ്സിലാവാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലൈക്കോ കമന്റോ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുക. ഉപയോഗപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഡിസ്ലൈക്കോ കമന്റോ ചെയ്തിട്ട് പറയാം. മോശമായിട്ടുള്ള കമന്റ് പറയുന്ന സമയത്ത് നല്ല രീതിക്ക് പറയാം. ഓക്കെ, ഉപയോഗപ്പെടുന്നില്ല, ഓക്കെ, എനിക്കിത് ഉപയോഗപ്പെടില്ല, അങ്ങനെ പറയാം. അല്ലാതെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനടുത്ത് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും, ഞാനത് വീക്കെൻഡ്സിൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, റിക്വസ്റ്റുകൾ. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഈ പഠിച്ച കാര്യം മനസ്സിൽ വെച്ചേക്കുക. ഉപയോഗപ്പെടുന്നവർക്ക് അത് പറയുക കേട്ടോ. ഉപയോഗപ്പെടുന്നവർ മാത്രം അത് ലൈക്ക് ചെയ്താൽ മതിയാവും, അല്ലാത്തവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസിന്റെ ഈ സെന്റിമെന്റ് റീഡ് ചെയ്യുന്നതിന്റെ കണ്ടിന്യൂവേഷൻ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഓരോ വീഡിയോയിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലാതെ ഒരു 1-2 മണിക്കൂറത്തെ വീഡിയോ എനിക്ക് ടൈമില്ല. ചെറിയ ചെറിയ വീഡിയോസ് എടുക്കാൻ എനിക്ക് ടൈം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത്രേ ഉള്ളൂ.